പങ്കെടുത്തപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളെ സമരവിജയം രാജ്യപ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് കണ്ട ഒരു പ്ലക്കാർഡിലെ വാചകം ഓർക്കുന്നുണ്ട്. ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഹിറ്റ്ലർ ഒടുവിൽ ആത്മഹത്യ ചെയ്തു. 40% വോട്ട് നേടി അധികാരത്തിൽ വന്ന മുസോളനി ലോകത്തിലെ ഒരു ഓർഗനൈസ്ഡ് കില്ലർ എന്ന് വിശേഷിപ്പിക്കാം. അയാളെ വിളക്കുകാലിൽ കെട്ടിത്തൂക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വാട്ട് വിൽ ബി ദ ഫേറ്റ് ഓഫ് നരേന്ദ്രമോദി എന്നുള്ളതാണ്. അപ്പം മോഡി സംഘപരിവാരവും എന്താണ് ഇന്ത്യയിൽ നേരിടാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. രാജ്യത്ത് പരീക്ഷാ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചെങ്കിലും 20-ാം തീയതി നടന്ന CJPയുടെ പാർലമെന്റ് പ്രതിഷേധ മാർച്ചിൽ വലിയ തോതിലുള്ള അതിക്രമമാണ് ഡൽഹി പോലീസിൻ്റെയും സേനാ വിഭാഗങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. യൂണിഫോമിലല്ലാതെ അടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധക്കാർക്കെതിരെ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ നടത്തുകയും അത് ഇപ്പോൾ CJP തന്നെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DYFI നേതാവ് ജെയ്ക് സി തോമസ് മീഡിയാവണിനോടൊപ്പം ചേരുകയാണ്. സഖാവ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. വലിയ തോതിലുള്ള അതിക്രമം വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായിരുന്നു. സ്വതന്ത്രമായിട്ട് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു അതിക്രൂരമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, നമ്മളെല്ലാവരും നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് വരുന്ന അനൗദ്യോഗിക മാധ്യമങ്ങൾ, യൂട്യൂബർമാർ, കണ്ടൻറ് ക്രിയേറ്റർമാർ, സോഷ്യൽ മീഡിയ അൽഗോരിതത്തിൽ യഥാർത്ഥത്തിൽ സംഘപരിവാരത്തിൻ്റെ ഒരു അജണ്ടയെ പൊളിച്ചടുക്കിയ വിജയിച്ച ഒരു സമരം കൂടെയാണിത്. ആ സമരത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ച കാഴ്ചകളായിരുന്നു നമ്മളെ ഒക്കെ ഏവരെയും പിടിച്ചുലച്ചത്, അല്ലെങ്കിൽ അസാധാരണമായ പ്രതിഷേധത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. നെയിം ബോർഡില്ലാത്ത യാതൊരു തരത്തിലുമുള്ള സ്വന്തം ഐഡൻറ്റിറ്റിയെ പുറത്ത് കാണിക്കാത്ത നിലയിൽ ഒരു ഗുണ്ടാസംഘം എന്നതുപോലെ പ്രവർത്തിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടുത്തെ പോലീസ് സംവിധാനമാകെ എന്ന് പറഞ്ഞാൽ ഡൽഹി പോലീസ് മാത്രമല്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റി കൺസേൺസ്, അത് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ട്രംപിൻ്റെ ഭാഷയാണ്, ഈ ഫുട്ബോൾ വേൾഡ് കപ്പിൽ നമ്മൾ കേട്ടതാണ്. സെക്യൂരിറ്റി കൺസേൺസ് എന്ന വ്യാജ പ്രതീതിയെ മുൻനിർത്തി സമരത്തെ നിയന്ത്രിക്കാനും അടിച്ചൊതുക്കാനും എത്തിയ വിവിധ വിഭാഗം സേനകളാകെ തങ്ങളുടെ പേരും മറ്റു വിവരങ്ങളും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് സമാനതകളില്ലാത്ത നരനായിട്ടാണ് ഈ സമരത്തിന് നേരെ അഴിച്ചുവിട്ടത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ പുതിയ ചില വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് ആ സമയത്ത് നമ്മളിൽ പലരും ശങ്കിച്ചതുപോലെ, ഇപ്പോൾ CPയിലെ മറ്റൊരു ദൃശ്യം ഞാൻ കണ്ടത് ഇപ്പോഴും ഓർമ്മിക്കുന്നു. ഹെൽമറ്റ് ധരിച്ച്, ഫുൾ സ്ലീവ് ഷർട്ട് ധരിച്ച്, മുഖം പരിപൂർണമായും മറച്ച്, കണ്ണിന് താഴെ തൂവാല കെട്ടി, വടിയെടുത്തുകൊണ്ട് ആ വഴിയെ നടന്നു പോകുന്ന സമരക്കാരെന്ന് തോന്നിപ്പിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥിനികളെയും ചെറുപ്പക്കാരികൾ, ട്രാൻസ്ജെൻഡറുകൾ, ഇവരെ എല്ലാവരെയും ആക്രമിക്കുകയാണ്. അപ്പോൾ ഈ ദൃശ്യം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നൊരു ഭാഗമുണ്ട്. ഇപ്പോൾ മുമ്പൊരിക്കൽ എനിക്ക് തോന്നുന്നു നിക്കോൾ പാരാണെന്ന് പറയുന്നുണ്ട്, US ഈസ് എ കൺട്രി വെർ ലിബർട്ടി ഈസ് ഓൺലി എ സ്റ്റാച്യു എന്ന് പറയുന്നത്. നമുക്കിപ്പോഴും UPSC പരീക്ഷയിൽ മാർക്ക് ലഭിക്കണമെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത് എന്ന ചോദ്യത്തിന് വിയോജിപ്പോടുകൂടെ എഴുതേണ്ടി വരുന്ന ഉത്തരം ഇന്ത്യയാണ്. പക്ഷേ എന്താ, ലക്ഷണമൊത്തൊരു റോക്ക് പോലീസ് സ്റ്റേറ്റായിട്ട് ഇന്ത്യ മാറി എന്നതിൻ്റെ ചിഹ്നങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന വിവരം വസ്തുതയെങ്കിൽ, CJP പുറത്തുവിട്ട വിവരം വസ്തുതയെങ്കിൽ എന്താണ്, പോലീസ് സേനയുടെ ഭാഗമേ അല്ലാത്ത, പോലീസുമായി യാതൊരു ബന്ധവുമില്ലാത്ത, എന്നാൽ ഡൽഹി പോലീസിൻ്റെ ഈ റോക്ക് സ്റ്റേറ്റ് മാതൃകയെ അനുകരിച്ചുകൊണ്ട് ഇവരുടെ ഗുണ്ടാ സംഘം ഈ വിദ്യാർത്ഥി സമരത്തെ, ഈ ചെറുപ്പക്കാരുടെ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു എന്നതിൻ്റെ നേർചിത്രങ്ങൾ, വസ്തുത കലർന്ന വിവരങ്ങളാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ ഇന്ത്യ നിശ്ചയമായും വിലയിരുത്തും. അവരുടെ വിചാരണയിൽ നിശ്ചയമായും ഈ സംഘത്തെ അഴിച്ചുവിട്ടും ഇന്ത്യയുടെ സമരത്തെ അടിച്ചൊതുക്കാമെന്ന് തീരുമാനിച്ച രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങൾ അവർ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഒരു സംശയം. അതിക്രമം അഴിച്ചുവിട്ട UPയിലെ സത്യം പണ്ഡിറ്റ് അടക്കമുള്ള BJPയുടെ നേതാക്കൾ ഇപ്പോൾ വലിയ വിവാദ പരാമർശങ്ങൾ നടത്തുന്നത്. അതായത് ദേശവിരുദ്ധ സമരമാണ് ഇവിടെ നടന്നത്, ഹിന്ദുവിരുദ്ധ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത് എന്നുള്ള പരാമർശങ്ങൾ നടത്താണ്. തനിക്ക് ഇനിയും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല എന്ന തരത്തിലേക്ക് എത്തി. അപ്പോൾ ഭരണകൂടം ഇനി ഇതിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണും? നമുക്ക് അനുഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ ദാർശനികമായ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അനുഭവങ്ങളുണ്ട് ഇത്തരത്തിൽ. യൂണിയൻ ഗവൺമെൻറ് അതിൻ്റെ രാഷ്ട്രീയ രൂപം സംഘപരിവാരമാണ്. ഇവർക്കെതിരെ വസ്തുതകളുടെ പിൻബലത്തിൽ ഒരു ചോദ്യമുയർത്തിയാൽ, ഒരു വിരൽ ചൂണ്ടിയാൽ, അല്ലെങ്കിൽ നാവ് ചലിപ്പിച്ചാൽ, സമരമുയർത്തിയാൽ ഉടനെ കേൾക്കാൻ സാധ്യതയുള്ള കുറേ ബൈനറികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ആൻറ്റി നാഷണലാണ്, മാവോയിസ്റ്റാണ്, അർബൻ നക്സലാണ്, ചൈനാചാരനാണ്, ഇങ്ങനെ പോകുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സത്യസന്ധമായി ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുത്ത ഏതു രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾക്കും സ്വാഭാവികമായി ചിരിയുണ്ടാവാനാണ് സാധ്യത. അല്ലെങ്കിൽ ഒരല്പം പരിഹാസം കലർന്ന ചിരിയോടുകൂടെ ഈ മാതിരി പ്രയോഗങ്ങളെ തള്ളിക്കളയാനാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഈ പ്രയോഗങ്ങൾ, അതിൻ്റെ തുടർച്ചയിലുള്ള ഇത്തരം അനുഭവങ്ങൾ വളരെ സ്വാഭാവികമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമരത്തിൽ ആളുകൾ പങ്കെടുത്തിട്ടുള്ളത്. ഞാൻ സമരത്തിലൊക്കെ പങ്കെടുത്തപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളെ സമരവിജയം രാജ്യപ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് കണ്ട ഒരു പ്ലക്കാർഡിലെ വാചകം ഓർക്കുന്നുണ്ട്. ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഹിറ്റ്ലർ ഒടുവിൽ ആത്മഹത്യ ചെയ്തു. 40% വോട്ട് നേടി അധികാരത്തിൽ വന്ന മുസോളനി ലോകത്തിലെ ഒരു ഓർഗനൈസ്ഡ് കില്ലർ എന്ന് വിശേഷിപ്പിക്കാം. അയാളെ വിളക്കുകാലിൽ കെട്ടിത്തൂക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വാട്ട് വിൽ ബി ദ ഫേറ്റ് ഓഫ് നരേന്ദ്രമോദി എന്നുള്ളതാണ്. അപ്പോൾ മോഡി സംഘപരിവാരവും എന്താണ്
ഇന്ത്യയിൽ നേരിടാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായിട്ടുള്ള അതിക്രമത്തിൽ ഡിവൈഎഫ്ഐ നിയമ പോരാട്ടത്തിലേക്ക് കടക്കും. അത്തരത്തിലുള്ള എല്ലാ സാധ്യതകളെയും സംബന്ധിച്ച് പരിശോധിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പാർലമെൻറ്റ് അംഗം കൂടിയായിട്ടുള്ള സഖാവ് എ റഹീമാണ്. അദ്ദേഹം തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ചില വിവരങ്ങൾ കൂടെ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ഫേസ് ഡിറ്റക്ഷൻ ID ഉപയോഗിക്കുന്നു, AI സാധ്യത ഉപയോഗിക്കുന്നു. അതൊക്കെ യഥാർത്ഥത്തിൽ മൗലിക അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം കൂടെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഡിവൈഎഫ്ഐ പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ ആ തീരുമാനത്തിലേക്ക് ചെറിയ സമയത്തുള്ളിൽ തന്നെ എത്തിച്ചേരുമെന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും അതിക്രമങ്ങളെ വലിയ തോതിൽ അപലപിക്കുകയാണ് ഡിവൈഎഫ്ഐ. വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു അതിക്രമത്തിൽ കൃത്യമായിട്ടുള്ള നടപടി വേണമെന്നുള്ളത് തന്നെയാണ് ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഹരി മുണ്ടൂരിനോടൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.